അസ്സലാമലൈക്കും, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരമുണ്ട്. അപ്പം നമ്മളെ ബഹറിൽ നിന്ന് ഒരു പുതിയൊരു വീഡിയോ കൂടി പിന്നെ മട്ടരി ചോറ് ഓക്കെ, സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട്, അയില പൊരിച്ചതുണ്ട്. ഓക്കെ, അയില ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഞാൻ മുറിച്ച് പൊരിച്ചതാണ്. അയില പൊരിച്ചത്, സാമ്പാർ, മട്ടരി ചോറ്. ഓക്കെ, പിന്നെ ഒരു വെറൈറ്റി ഇനിയിപ്പോൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നത് പറഞ്ഞാൽ ഇതുണ്ടോ, മാങ്ങ രണ്ടെണ്ണം ഇന്നലെ വാങ്ങിയിട്ടുണ്ടായിരുന്നു, കംപ്ലീറ്റ് ചെനച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊരു പുതിയൊരു ഐഡിയ ഞാൻ ഒന്ന് ചെയ്താലോ എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ അതെന്താണെന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, പിന്നെ വേറൊരു ഐറ്റം കൂടി ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നു. അതായത് അവിടെ ചോളം പുഴുങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ അത് മസാലയൊക്കെ തേച്ചിട്ട് അതിനുള്ളത് സ്റ്റിക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളെ ഈത്തപ്പനത്തിൻ്റെ തണ്ടില്ലേ, അതിന് കുറച്ച് സ്റ്റിക്കുകളൊക്കെ മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അത് ഇതിൽ മസാല തേച്ച് ഓരോരോ ഇതളുടെ ഉള്ളിലേക്ക് കയറ്റി വിടണം. ഓരോരോ ഇതളുകൾക്കായിട്ട് അത് കയറ്റി വിട്ടിട്ട് പിന്നെ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുക. അതാണ് പോണത്. അപ്പോൾ ചിലപ്പോൾ 2 വീഡിയോ ആയിട്ടും ചിലപ്പോൾ ഇത് ഫുൾ വീഡിയോ മക്കളെ കൊണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്കെന്തായാലും ഇത് ഇടാനൊന്നും അറിയില്ല. മക്കളവിടെ നാട്ടിൽ നിന്നാണ് യൂട്യൂബിൽ ഇടുന്നത്. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാ ഞാൻ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി സെറ്റാക്കിയിട്ട്, പിന്നെ നമ്മളെ മട്ടരി ചോറിൻ്റെ കഞ്ഞിവെള്ളം ഉണ്ട് ഇവിടെ കുറച്ച്. പിന്നെ ആ മാങ്ങ മുറിച്ചപ്പോൾ അങ്ങോട്ട് മുളച്ചിട്ടുണ്ട് 2 എണ്ണം. അപ്പോൾ അതങ്ങോട്ട് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാ വൈകുന്നേരം അത് രണ്ടും ഒന്ന് അവിടെ എവിടെയെങ്കിലും ഒന്ന് സ്ഥാപിക്കണം. കുറേ വെച്ചു, ഒരു വിധം വരുമ്പോഴേക്കും പിന്നെ ഞാൻ നാട്ടിൽ വരുമ്പോഴേക്കും അത് കരിഞ്ഞ് നശിച്ചു പോയിട്ടുണ്ടാവും. ആരും വെള്ളം വയ്ക്കാനൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് അപ്പം ഇനി ഏതായാലും ഒന്നും കൂടി നമ്മൾ വെച്ച് പിടിപ്പിക്കണമെന്നുണ്ട്. അപ്പം അതിന് 2 മുളച്ച മാങ്ങിൻ്റെ പിന്നെ ഇതെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി ഇത് മസാല തേക്കണം. പിന്നെ ഇതിലൊരു പരിപാടി ഉണ്ട്, അതിപ്പോൾ ഞാൻ ഡയറക്റ്റ് കാണിച്ചു തരാം എന്താണെന്നുള്ളത്. പിന്നെ ബാക്കിയെല്ലാം കണ്ടില്ലേ, ഒരു മിനിറ്റ്. അപ്പോൾ നമുക്ക് ലെയറായിട്ട് ഫസ്റ്റ് കുറച്ച് മാങ്ങ ബോട്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ആദ്യം കുറച്ച് മാങ്ങ ഇട്ട് കൊടുത്തു, ഒരു ലെയർ. പിന്നെ അടുത്ത നമുക്ക് വിനീഗർ ഒഴിച്ച് കൊടുക്കാം. ഓക്കെ, കുറച്ച് വിനീഗർ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ സാൾട്ട് ഒരൊറ്റ പ്രാവശ്യം ഇട്ടാൽ മതി, ഒരു നുള്ളു സാൾട്ടേ പാടുള്ളൂ. സാൾട്ട് ഒരുപാട് വേണ്ട. എന്നാൽ നമ്മൾ മധുരം എരും അതിൽ ആഡാക്കുന്നത് കൊണ്ട് സാൾട്ട് അത്ര വേണ്ട. സാൾട്ട് ഒരു നുള്ളിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ്, ഉപ്പ്. പിന്നെ മുളക് പൊടി അതുപോലെ ഒരൊറ്റൊരു സ്പൂൺ കേട്ടോ, ആ ഒരു സ്പൂൺ. പിന്നെ ഇതൊക്കെ പാടും ഞങ്ങൾ മിക്സ് ആക്കും. ഓക്കെ, വീണ്ടും ആ മാങ്ങയൊക്കെ ഇടാൻ പോവുകയാണ്. വീണ്ടും മാങ്ങ ഇറക്കാൻ പോവുകയാണ്. നിങ്ങളും ഇൻഷാ അല്ലാ പിന്നെ മാങ്ങയൊക്കെ വാങ്ങുമ്പോൾ ഒന്ന് ചെയ്ത് നോക്ക്. അപ്പം അതിൻ്റെ ടേസ്റ്റ് എന്താണ് ഏതാണെന്നുള്ളത് അനുഭവിച്ചറിയാം. ഞാനിത് ഒരു വട്ടം അനുഭവിച്ചറിഞ്ഞു, അതുകൊണ്ടാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ആ ഒരു രീതിയിൽ ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെയും കൂട്ടാം. ഇനിയിപ്പോൾ ഒന്നും അല്ലെങ്കിൽ വൈകുന്നേര സമയത്തൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ കുറച്ചെടുത്തൊരു പിന്നെ സാസറിലിട്ടിട്ട് ചെറിയൊരു ബൗളിലോ എന്തെങ്കിലും ഇട്ടിട്ട് വെറുതെ ഇങ്ങനെ സ്പൂണിൽ എടുത്ത് തിന്നാനും ഒക്കെ നല്ല ടേസ്റ്റാണ് ഇത് സംഭവം. അപ്പോൾ ഒരു വട്ടം നിങ്ങളും ഉണ്ടാക്കി നോക്ക്. വീണ്ടും കുറച്ച് വിനീഗർ ഒഴിച്ചു. പഞ്ചസാര കുറച്ച് കൂടുതൽ കൊടുക്കണം കേട്ടോ. അപ്പോൾ ആ മധുരം, ആ സുർക്കിയും, ആ എരിവും എല്ലാം പാടെ മിക്സായി വരുമ്പോണ്ടല്ലോ അതൊരു വെറൈറ്റി തന്നെയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് പിന്നെ ഷെയ്ക്ക് ചെയ്യണം. ഓക്കെ, അതൊന്ന് ഞാൻ റെഡിയാക്കട്ടെ. ഇതെല്ലാം അടപ്പ് മാറിപ്പോയി. നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്യാം.
പഞ്ചസാര ഉപ്പ് മുളക് എല്ലാം ഒന്ന് മിക്സായി ഈ ഫ്രൈയിൽ നന്നായിട്ടാണ് ഷേക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അതും ഓക്കെ ആക്കിയിട്ടുണ്ട്. ഇനി അടുത്ത നമുക്ക് പരിപാടി നമ്മളെ ചോളത്തിന് മസാല ഉണ്ടാക്കണം. ചോളം മസാല ഉണ്ടാക്കി അത് വറുത്തെടുക്കണം. ഇതിന് 2-3 ദിവസം ഇതിങ്ങനെ ഇരിക്കണം കേട്ടോ. 2-3 ദിവസം കഴിഞ്ഞിട്ട് ഇത് തുറക്കാൻ പാടുള്ളൂ. എന്നിട്ട് നമ്മളത് എടുത്ത് യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ 2-3 ദിവസം അതങ്ങനെ ഇരിക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വരിക. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഒരു കാര്യം കൂടി ഇത് ചെയ്യാം. ഇത് 3-4 ദിവസം കഴിഞ്ഞതിന് ശേഷം എടുക്കുമ്പോൾ ഒന്ന് ചെറുതായിട്ട് കടുകും മറ്റേ നമ്മളെ വെറ്റൽമുളകും എല്ലാം ഇട്ട് താളിച്ചിട്ട് അതിലൊന്ന് കുറച്ച് ലൈറ്റായിട്ടൊന്ന് ചൂടാക്കി എടുക്കുകയാണെങ്കിലോ പക്ക ടേസ്റ്റ് ആയിരിക്കും. ഒന്നും കൂടി ഉഷാറാവും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത മസാല പിന്നെ ചോളത്തിനുള്ള മസാല ഉണ്ടാക്കണം. അത് ഞാൻ ഇതൊരേ അടിക്ക് ഇങ്ങനെ ഉണ്ടാക്കാൻ അതാണ് ഇപ്പോൾ ഞാൻ നോക്കണത്. എന്തായാലും നോക്കട്ടെ. ഇനി ചോളത്തിനുള്ള മസാല ഉണ്ടാക്കണം. അപ്പോൾ ഇനിയിപ്പോൾ മൊബൈൽ ഇവിടെ വെക്കാനുള്ളൊരു സൗകര്യമില്ല. അതാണ് ഏറ്റവും വലിയൊരു ഇത്.